എത്ര നമ്മൾ ഡയറ്റ് ചെയ്താലും ഭക്ഷണം നിയന്ത്രിച്ചാലും ചിലർക്ക് കണ്ടിട്ടില്ലേ വെയിറ്റ് എത്ര അങ്ങോട്ട് കുറയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം എന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരഭാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഭക്ഷണം എത്ര കാലറിയാണോ എത്തിക്കുന്നത് അതിനേക്കാൾ കൂടുതലായി നമ്മുടെ ശരീരം കാലറി ഊർജ്ജത്തിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ ശരീരം എടുത്ത് കത്തിച്ച് കളയും. അങ്ങനെ നമ്മുടെ ശരീരഭാരത്തിൽ വ്യത്യാസം വന്നു എന്ന് വരാം. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാലറി ലെവൽ കൂടുതലും നമ്മുടെ ശരീരം ഊർജ്ജമാക്കി ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറവുമാണെങ്കിലോ ഇത് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് കത്തിപ്പോകത്തില്ല. ഇത് കൂടുതലും സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കും. ഇതാണ് ബേസിക് ആയിട്ട് ഏതൊരു മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര ഉണ്ടെങ്കിലും അത് ഊർജ്ജമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ഒരു 30 വയസ്സ് വരെ അത്യാവശ്യം കൂടുതലായിരിക്കും എനർജി ഉത്പാദിപ്പിക്കപ്പെടും. എന്നാൽ 30 വയസ്സ് കഴിയുന്തോറും ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് അല്പാൽപമായി കുറയുകയും കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം കൊഴുപ്പാക്കി മാറ്റി സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് 20 വയസ്സുള്ള ഒരാൾ കഴിക്കുന്നതിന്റെ പകുതി ഭക്ഷണം മാത്രം 40-45 വയസ്സിൽ കഴിച്ചാൽ പോലും ഇവർക്ക് വണ്ണം വയ്ക്കുന്നത്. 40 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞവർക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള കാലറി കത്തിച്ച് കളയുകൂടി വേണം. മാത്രമല്ല നമ്മുടെ മസിലുകൾ കൂടുതൽ ശോഷിച്ചു പോയാൽ, അതായത് മസിലുകൾ മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ BMR റേറ്റ്, അതായത് ഊർജ്ജമാക്കി ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയുകയും നിങ്ങൾക്ക് രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരുന്നതിനും നിങ്ങൾക്ക് വണ്ണം കൂടുതൽ വരുന്നതിനും കാരണമാകും. കാരണം നമ്മുടെ ശരീരത്തിന്റെ BMR കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വ്യായാമം ഒന്നും ചെയ്യാതെ ഭക്ഷണത്തിൽ മാത്രം ചെറിയ നിയന്ത്രണമൊക്കെ വരുത്തിയിരുന്നാലും നമുക്ക് കൊളസ്ട്രോൾ കുറയാനോ ഷുഗർ കുറയാനോ വണ്ണം കുറയാനോ ഒന്നും പോകാത്തത്. ഇത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ചെറുപ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അനുസരിച്ചൊന്നും നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് ആ കളി ഒന്നും നടക്കത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക.